മാനന്തവാടി MLA OR കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ്. അത് വയനാട്ടിൽ നിന്നുള്ള ആദ്യ CPM മന്ത്രി എന്ന വിശേഷണം അദ്ദേഹത്തിനുണ്ട്. രാജ്മഹലിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. വൈകുന്നേരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും കുടുംബാംഗങ്ങളും ഒക്കെ ചടങ്ങിലുണ്ടായിരുന്നത് കണ്ടതാണ്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമമാണ് കേളുവിന് വകുപ്പായി ലഭിച്ചിരിക്കുന്നത്. പ്രജിത്ത്, ഇന്ന് രാജ്ഭവനിൽ നിന്ന പ്രൗഢഗംഭീരമായ സദസ്സിലായിരുന്നു OR കേളുവിൻ്റെ സത്യപ്രതിജ്ഞ. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് CPMൻ്റെ വയനാട്ടിലുള്ള ആദ്യ മന്ത്രി എന്ന നിലയിലേക്കുള്ള വലിയ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് K രാധാകൃഷ്ണൻ ഒഴിവിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച ആ ഒഴിവിൽ വന്ന മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നൽകുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളും സജീവമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് നൽകാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, അത് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ള ചോദ്യങ്ങൾ, പട്ടികജാതി സംഘടനകളടക്കം വലിയ വിമർശനമുയർത്തിയ സാഹചര്യത്തിലായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയിൽ ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനപ്പെട്ട മന്ത്രിമാർ, മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ എന്നിവരെല്ലാം പങ്കെടുത്തിരുന്നു. അതിനുശേഷം OR കേളു മാധ്യമങ്ങളെ കണ്ടിരുന്നു. സഗൗരവമായി നടന്നൊരു സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം മുഖത്ത് നോക്കിയില്ല എന്നുള്ളതൊരു റിപ്പോർട്ടാണ്. അതേ ഇവർ ഗവർണർ സ്പീക്കർക്ക് ഹസ്തദാനം നൽകിയെങ്കിലും മുഖ്യമന്ത്രിയും ഗവർണറും മുഖത്തോട് നോക്കാതെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് പിരിഞ്ഞു. പിന്നീട് അവർ കണ്ടുമുട്ടുന്നത് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ചായ സൽക്കാര ചടങ്ങിലാണ്. അവിടെ വെച്ച് പരസ്പരം ഹസ്തദാനം ചെയ്ത് മടങ്ങുകയാണ് ഉണ്ടായതുള്ളത്. എന്നാലും രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇന്ന് പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹം ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുറപ്പെടുവിച്ച ആദ്യത്തെ ഒരു ഉത്തരവ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് പട്ടികവർഗക്കാരുടെ ചികിത്സാ സഹായ വിതരണം നടപടികൾ ഓൺലൈൻ വഴി നടപ്പിലാക്കാനാണ് മന്ത്രി OR കേളു മന്ത്രിയായി ചുമതലയേറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ ഉത്തരവായി പുറത്തിറക്കിയിരിക്കുന്നത്. ചുമതലയേറ്റ ശേഷം വകുപ്പ് അധ്യക്ഷന്മാരുമായിട്ടൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിലാണ് ഇങ്ങനെ ഈ ജനങ്ങൾക്കായി കൂടുതൽ സഹായകരമാകുന്നൊരു ചികിത്സ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. ഇത് കൂടുതൽ പെട്ടെന്ന് നടപ്പിലാക്കാൻ, ചികിത്സാ സഹായം നമുക്ക് കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ഈ രീതികൾ സഹായിക്കുമെന്നും അദ്ദേഹം ഈ യോഗത്തിന് ശേഷം പറഞ്ഞിരുന്നു. തീർച്ചയായും പ്രജിത്ത്, പക്ഷേ അദ്ദേഹം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം സംസാരിക്കവേ ആദ്യം പറഞ്ഞ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായി എത്തുന്നത്. കോളനി പേരുമാറ്റ വിഷയം. അതിൽ മന്ത്രി OR കേളു ഇന്ന് അധികാരമേറ്റ ശേഷം എതിരഭിപ്രായം പ്രകടിപ്പിച്ചതായി വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഉണ്ടായിരുന്ന പേര് മാറ്റി ഒരേ പേര് നൽകുന്നത് ലോജിക്കില്ലാത്ത കാര്യമെന്ന് മന്ത്രി പറയുകയുണ്ടായി. ഊരുകളുടെയും സങ്കേതങ്ങളുടെയും അഭിപ്രായം കൂടി മുഖവിലക്കെടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ടേ തീരുമാനം ഉണ്ടാകൂ എന്നാണോ മന്ത്രി പറഞ്ഞത്? പ്രജിത്ത്, ശരി, പ്രജിത്തിലേക്ക് എത്താം. ആദ്യം മന്ത്രിയുടെ വാക്കുകളിലേക്ക്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവർക്കും ഒരേ പേര് കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം ഊരുകളുടെ സങ്കേതങ്ങളുടെ അഭിപ്രായം നമുക്ക് വിലപ്പെട്ടതായിരിക്കും. അവരെ നമ്മൾ മുഖവിലക്കെടുക്കണം. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ അങ്ങോട്ട് ആലോചിക്കുക. പ്രജിത്ത്, K രാധാകൃഷ്ണൻ മന്ത്രിപദം ഒഴിയുന്നതിന് തൊട്ട് മുമ്പായി ഏറ്റവും അവസാനം എടുത്ത തീരുമാനം, അതിൽ എതിരഭിപ്രായം പുതിയ മന്ത്രിയെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അത് ശ്രദ്ധിക്കേണ്ടത്, കാരണം മന്ത്രി K രാധാകൃഷ്ണൻ രാജിവെക്കുന്നതിന് മുൻപ് അദ്ദേഹം ഈ ഉത്തരവിൽ ഒപ്പിടുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് പറയുന്നു, ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തതിന് ശേഷം ആ ഉത്തരവിൽ ഒപ്പിട്ടതിന് ശേഷമാണ് താൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നത്. അതായത് തൻ്റെ ഉത്തരവ് ചരിത്രപരമാണ് എന്ന രീതിയൊക്കെ വലിയ പ്രസ്താവനയൊക്കെ നടത്തിയ ശേഷമാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞത്. എന്നാൽ ആ മന്ത്രി ഒപ്പിട്ട ഉത്തരവ്, പ്രാബല്യത്തിൽ വന്ന ഉത്തരവ്, അടുത്ത മന്ത്രി അധികാരത്തിലേറുന്ന സമയത്ത് ആദ്യത്തെ പ്രസ്താവനയിൽ തന്നെ പറയുന്നു ആ ഉത്തരവിൽ കൂടുതൽ പഠിക്കേണ്ട സാഹചര്യമുണ്ടെന്ന്. അതായത് ഈ ഉത്തരവ് ഇറക്കി മന്ത്രി ഒപ്പിട്ടു, ആ മന്ത്രി അതിനുശേഷം രാജിവെച്ചു. അതിനുശേഷം OR കേളു അധികാരത്തിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഇനി ആ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ വേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള കോളനികൾ, സങ്കേതങ്ങൾ, ഊരുകൾ എന്നൊക്കെ വിളിപ്പേരുള്ള സ്ഥലങ്ങൾക്ക് അതിന് എല്ലാം കൂടി ഒറ്റ പേര് നൽകുന്നത് ലോജിക്കില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങളിലുള്ള ആളുകളുടെ, ഈ സങ്കേതങ്ങളിലും ഊരുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ആളുകളുമായി ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുത്തതിനു ശേഷം മാത്രം കൂടുതൽ കാര്യത്തിൽ കൂടുതൽ ആലോചന പോലും പാടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ വിഷയത്തിൽ ഇനിയും ഈ ഉത്തരവ് നടപ്പിലാക്കണമെങ്കിൽ ഇനിയും ഒട്ടനവധി പഠനങ്ങളും വിലയിരുത്തലുകളും കൂടിക്കാഴ്ചകളും ഒക്കെ വേണമെന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൃത്യമായും രാധാകൃഷ്ണൻ എടുത്തൊരു തീരുമാനത്തിന് അതിന് ഒരു തിരുത്ത് അല്ലെങ്കിൽ ഒരു വിരുദ്ധാഭിപ്രായം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഇത്തരം ആളുകളെ കേൾക്കാതെയാണോ, ഇത്തരം ആളുകളുടെ അഭിപ്രായങ്ങൾ ആലോചിക്കാതെയാണോ ആ വിഭാഗത്തെ മുഴുവൻ ബാധിക്കുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിന് ബാധകമായി വരുന്നൊരു വിഷയത്തിൽ ഒരു മന്ത്രി ഒറ്റയ്ക്ക്
ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. കാരണം CPM-ന്റെ പട്ടികജാതി വിഭാഗ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു OR കേളു. അപ്പോൾ അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല ഇതിനു മുൻപ് മന്ത്രി എങ്ങനെയൊരു ഉത്തരവിറക്കുന്നത്. ആ വിഭാഗത്തിൻ്റെ പ്രധാനിയായിട്ടുള്ള നേതാവായ OR കേളു പോലും ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ല എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ മന്ത്രി ഇറക്കിയ ഉത്തരവ് പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ ഈ ഉത്തരവിന് ഇനി മന്ത്രി ഈ വിഷയങ്ങളൊക്കെ പഠിച്ചു വരുന്നിടം വരെ ഈ ഉത്തരവിന് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. കൃത്യമായി രാധാകൃഷ്ണൻ പറഞ്ഞ വിഷയം അത്ര പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് തന്നെ മന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്നു. അത് പെട്ടെന്ന് നടപ്പിലാക്കാവുന്നതല്ല, പ്രായോഗികമല്ല എന്നുള്ളതാണ് മന്ത്രിയുടെ വാക്കുകൾ. കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയാണോ പ്രജിത്ത്? കഴിഞ്ഞ ദിവസം സഭയിൽ ഒരു മന്ത്രി കോളനി എന്നുള്ള ഒരു പദം ഉപയോഗിച്ചപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ തിരുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ഉത്തരവ് പ്രാബല്യത്തിലെത്തുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇനി പുതിയ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഉടനെ നടപ്പിലാക്കാനുള്ള സാധ്യത അത് പിൻവലിക്കും എന്നുള്ളത് വേണോ മനസ്സിലാക്കാൻ? അക്കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത തരേണ്ടത് മന്ത്രി തന്നെയാണ്. പ്രത്യേകിച്ച് ഇറങ്ങിയ ഒരു ഉത്തരവിൽ അതിലെന്താണ് കൂടുതൽ പഠിക്കാനുള്ളത്, കൂടുതൽ അഭിപ്രായങ്ങൾ ആരായാനുള്ളത് എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ലോജിക്കല്ലാത്തൊരു തീരുമാനമാണോ കെ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചത്? ധൃതി പിടിച്ചുള്ള ഒരു തീരുമാനം. പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകുന്ന സമയത്ത് താനെടുത്തൊരു ചരിത്രപരമായ തീരുമാനം എന്ന രീതിയിൽ ഒരു മാധ്യമ ശ്രദ്ധ നേടുന്നതിനുള്ളൊരു തീരുമാനമായിരുന്നു, ഒരു പ്രഖ്യാപനമായിരുന്നോ കെ രാധാകൃഷ്ണൻ നടത്തിയത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട്. അപ്പോൾ കൂട്ടുത്തരവാദിത്തമില്ലാതെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ CPM-ന്റെ ഇടതുപക്ഷ പട്ടികവർഗ സംഘടനകളുടെയൊക്കെ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് OR കേളു. അപ്പോൾ അദ്ദേഹം പോലും അറിഞ്ഞിരുന്നില്ലേ മുൻപ് ഈ വിഭാഗത്തിൻ്റെ ഈ മന്ത്രി ഇത്തരത്തിലൊരു ഉത്തരവിറക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ചർച്ചകൾ നടന്നിരുന്നില്ലേ? ഈ പറഞ്ഞ ഊരുകളുടെയും സങ്കേതങ്ങളുടെയും ഒക്കെ മേധാവികളായിട്ടുള്ള പ്രധാനികളായിട്ടുള്ള പ്രാദേശിക തലങ്ങളിലുള്ള ആളുകളുടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ സ്വരൂപീകരണം പോലും ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ മന്ത്രിയുടെ ഈ പ്രസ്താവന കൂടുതൽ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും തലത്തിൽ ഉദ്യോഗസ്ഥർ ഈ ഉത്തരവ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ മന്ത്രിയുടെ ഈ പ്രസ്താവന ഒരു ആശയക്കുഴപ്പം എന്തായാലും കൊണ്ടുവരും. പ്രത്യേകിച്ച് ഉത്തരവ് എന്ന് നടപ്പിലാക്കണം, പ്രാബല്യത്തിലെത്തിയ ഉത്തരവാണ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ നടപ്പിലാക്കണം, പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ പേരുകൾ പറയാൻ സാധിക്കുമോ? അത്തരത്തിലുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഈ വിഷയത്തിൽ വരും. അത് ഭരണതലത്തിലും വരും, പ്രാദേശിക തലത്തിലും വരും. പ്രത്യേകിച്ച് പുതിയ ഉത്തരവുകൾ ഇറക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ബാധിക്കുക. കാരണം ഇപ്പോൾ നിലവിലൊരു കോളനി എന്നോ സങ്കേതമെന്നോ ഊരോ എന്നോ വിളിപ്പേരുള്ള ഒരു സ്ഥലത്ത് ആ പ്രദേശത്ത് പുതിയൊരു ഉത്തരവ് വരുമ്പോൾ ആ പ്രദേശത്ത് ലഭിക്കേണ്ട ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു സഹായം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഉത്തരവുകൾ വരുമ്പോൾ ഏത് പേരിൽ ആ പ്രദേശത്തെ വിളിക്കുമെന്നുള്ളൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. മന്ത്രി രാധാകൃഷ്ണന്റെ ഉത്തരവിറക്കിയത് എത്ര നാൾ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ഉത്തരവ് നടപ്പിലാക്കേണ്ട സാഹചര്യം ഇല്ലേ എന്നുള്ള കാര്യത്തിൽ മന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഇതിനൊക്കെ വലിയ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഇനിയുള്ള നാളുകളിൽ വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും പ്രജിത് മോഹനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.